അപ്പോൾ നമ്മളെ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സെക്കൻഡ് മോഡ്യൂളാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് രണ്ട് ആപ്ലിക്കേഷനാണ് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷനെ കുറിച്ചും പിന്നെ ഒരു വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷനെ കുറിച്ചും. നിങ്ങൾ നോക്കിയാട്ടെ, വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, അതായത് ഒരു നീട്ടി വലിച്ച ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ഒരു വൈബ്രേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഡെറിവേഷനാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. അതിനുശേഷം അങ്ങനെ കിട്ടിയ ഒരു വേവ് ഇക്വേഷൻ്റെ എന്ത് പഠിക്കണം? സൊല്യൂഷൻ പഠിക്കണം. അത് നമ്മൾ കഴിഞ്ഞ മോഡ്യൂൾ പഠിച്ചിട്ടുണ്ടായ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ യൂസ് ചെയ്തിട്ടും പിന്നെ ഒരു ഡി ആലംബേർട്ട് സൊല്യൂഷൻ ഓഫ് ദി വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞ വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടും പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് ഒരു വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷനാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു ഹീറ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. നമുക്ക് സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഒന്ന് നോക്കാം. എവിടെയെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ വരുന്ന സമയത്ത് ഒന്ന് ചോദിക്കാൻ മറക്കല്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ ആദ്യത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന്. നോക്കിയാട്ടെ, വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. നമുക്ക് ഈ ഒരു വൺ ഡയമെൻഷനിലുള്ള ഒരു വേവ് ഇക്വേഷന്റെ വേവിന്റെ ഇക്വേഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പം അതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് ഇവിടെ ഒരു വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. എന്താ ഒരു വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞട്ടെ. വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം മീനിങ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞാട്ടെ. തുഷാര പറഞ്ഞ വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു സ്ട്രിങ്ങിനെ എലോങ്ങേറ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാല് വലിച്ചു കഴിയുമ്പോ ഒന്നുകൂടി പറഞ്ഞ അതന്നെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണല്ലേ ഇതില്? ഓക്കെ. അപ്പൊ അത് തന്നെയാണ് സംഭവം. നമ്മൾ പണ്ടെല്ലാം എന്ത് ചെയ്യലുണ്ട്? റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ വലിച്ചു പിടിച്ചിട്ട് അതിന്റെ വൈബ്രേഷൻസ് എല്ലാം നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അപ്പം അതേ ടൈപ്പ് വെച്ചിട്ട് ആ ഒരു എന്താ പറയാ ഒരു വൈബ്രേഷൻ, ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തുകൂടിയുള്ള ഒരു വൈബ്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വേവ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്തെടുത്ത് ഒരു സ്ട്രിങ് എടുത്ത് ആ സ്ട്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്തു? നീട്ടി വലിച്ചു. ഇവിടെ കാണുന്നില്ല, ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും ഈ ഒറിജിൻ, അതായത് ടച്ച് ചെയ്യുന്ന ഈ ഒറിജിന് ഒരു സ്ട്രിങ്ങിന്റെ ഒരു ഭാഗമായിട്ടും അതിനെ നീട്ടി വലിച്ചിട്ട് ഉള്ള ഒരു ഭാഗമായിട്ട് ഈ എക്സ് ആക്സിസിന്റെ ഇങ്ങേ ഭാഗത്തും ഞാൻ റെപ്രസെന്റ് ചെയ്ത് വെച്ച്. ആ കേസർ അന്ന് കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക്? അപ്പം അവിടെയും, അതായത് ഒരു സ്ട്രിങ്ങിനെ ഞാൻ നീട്ടി വലിച്ച് വെച്ചതാണ് ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്ന സംഭവം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റ് അതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് മുകളിലോട്ടേക്ക് വലിച്ച്. അപ്പൊ എന്തായാലും അതിനെന്തുണ്ടാവും? ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫോഴ്സ്. ആ ഫോഴ്സിനാണ് നമ്മളിവിടെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, അങ്ങനെയുള്ള ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്ത് ഒരു എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നൊട്ടേറ്റ് ചെയ്ത്, ഇതെവിടെ കാണുന്ന എ എന്ന് പറയുന്ന ഒരു പോയിന്റ് നൊട്ടേറ്റ് ചെയ്ത് അതുപോലെ തന്നെ വേറൊരു പോയിന്റ് ആയിട്ട് ബിയും എടുത്ത്. ഇനി ഇങ്ങനെ എയും ബിയും എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? എന്തായാലും അങ്ങനെ ഒരു സ്ട്രിങ് വലിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പം അതിന് ആ എന്റെ അകത്ത് അനുഭവപ്പെടുന്ന ആ ഒരു ടെൻഷനെ ഞാൻ T1 എന്നും പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ബിയിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനെ T2 എന്നും പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്ത്. പിന്നെയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ എന്ന് വൈ ആക്സിസിന്റെ അകത്തേക്ക് ഒരു എന്താ പറയുക ഡോട്ടഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഡോട്ടഡ് ലൈൻസും പിന്നെയോ ആ ഒരു ടെൻഷൻ T1ന്റെ ആ ഒരു ടാൻജന്റും കൂടി ചേരുന്ന ഈ ആംഗിളിനെ ഞാൻ ആൽഫാന്ന് നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ആ പോയിന്റിൽ എന്തും ചെയ്തിട്ടുണ്ട്? ഇതാ ഒരു ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് ഞാൻ ഒരു പാരലായിട്ട് എക്സ് ആക്സിസിന് പാരലായിട്ട് ഞാൻ ഒരു ഡോട്ടഡ് ലൈൻസ് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡോട്ടഡ് ലൈൻസും പിന്നെയോ ആ ബി എന്ന് പറയുന്ന ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ടെൻഷന്റെയും ആ ഒരു ആംഗിളിനെ ബീറ്റ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിയാട്ടെ, ഞാൻ ഈ എ എന്ന് എടുക്കുന്ന ആ പോയിന്റ് അതായത് വൈ ആക്സിസ് നിന്ന് എക്സ് ഡിസ്റ്റൻസ് ദൂരത്തിലും പിന്നെയോ ബി എന്ന് പറഞ്ഞ ആ പോയിന്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ദൂരത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഈ എക്കും ബിക്കും നടുക്ക് വരുന്ന ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഡെൽറ്റ എക്സ് ആയിരിക്കും അല്ലേ? ഇത്രയും പറഞ്ഞാലായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടാ?
ഞാൻ ഈ ഫിഗർ റെപ്രസെന്റ് ചെയ്തതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ വേഗത്തിൽ. ഓക്കെ, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വേവ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം അതിന് നമ്മൾ ആദ്യം കുറച്ച് അസ്യൂംഷൻസ് എടുത്തിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, ഇങ്ങനെ ഒരു വേവ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പൊ അതിനുള്ള അസ്യൂംഷനാണ് ഇനി അടുത്ത് പറയുന്നത്. നിങ്ങൾ നോക്കിയാട്ടെ, അസ്യൂംഷൻ എന്താ പറയുന്നത്? ഒന്നാമത്തെ അസ്യൂംഷൻ എന്ന് പറയുന്നത് ദ ടെൻഷൻ ടി ഓഫ് ദി സ്ട്രിങ് ഈസ് സെയിം ത്രൂ ഔട്ട്. അതായത് ആ സ്ട്രിങ്ങിൽ കൊടുക്കുന്ന ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെയുള്ള ആ ഒരു സ്ട്രിങ്ങിന്റെ ടെൻഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പിന്നെയോ നമ്മൾ എന്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ എന്തായിരിക്കും, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടും. പക്ഷെ ഈ ഒരു കേസിൽ നമ്മൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുകയെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു സ്ട്രിങ്ങിൽ കൊടുക്കുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും എത്രയോ വലുതാണ്. അപ്പം നമുക്ക് ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടേക്ക് പുള്ളി എന്തായാലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് എന്തായാലും മോളോട്ടേക്കിനിൽ നിൽക്കുക. അവിടെ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് വലിയൊരു എന്താ പറയുക യൂസ് ഇല്ല ശരിക്ക്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ അസംഷനായിട്ട് എന്തെടുത്ത് അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത്. അതായത് ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ക്യാൻ ബി ഇഗ്നോർഡ് ഡ്യൂ ടു ലാർജ് ടെൻഷൻ ടി. ആ ഒരു ടെൻഷൻ കാരണം നമ്മൾ ആ ഗ്രാവിറ്റിനെ ഇഗ്നോർ ചെയ്തങ്ങ് പോയി. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഈ ദ മോഷൻ ഓഫ് ദി സ്ട്രിങ് ഇൻ സ്മോൾ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. നമ്മളെ ആ ഒരു സ്ട്രിങ്ങിന്റെ മോഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ, അല്ലാണ്ട് വലിയ നമ്മളെ കടലിലെല്ലാം കാണുന്ന തിര പോലത്തെ അങ്ങനത്തെ ഒന്നല്ല, ചെറിയ ജസ്റ്റ് നമുക്ക് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്ന അത്രയും സ്മോൾ ആയിട്ടുള്ള ഒരു മോഷനാണ് നമ്മൾ ഈ സ്ട്രിങ്ങിൽ കൊടുക്കുന്നത്. ഈ മൂന്ന് അസംഷനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ മൂന്ന് അസംഷനിലെത്തും നമ്മൾ ഒരു വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം എങ്ങനെയാണ് ഒരു സ്ട്രിങ് സെറ്റപ്പ് ചെയ്തതെന്ന് പറഞ്ഞു. അതിനുശേഷം ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് കൊടുക്കുന്ന അസംഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാട്ടെ. എല്ലാവരും പറയും, ഇത് കുറച്ച് കുട്ടികൾ മാത്രം പറയല, എല്ലാവർക്കും കൂടിയല്ലേ ക്ലാസ് എടുക്കുന്നേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രിങ്ങിന്റെ സെറ്റപ്പ് മനസ്സിലായി, അതിൻ്റെ അകത്ത് കൊടുത്ത അസംഷൻസും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ആ ഫിഗർ നോക്കുക. നിങ്ങൾ ആ ഫിഗർ ഒന്ന് മര്യാദയ്ക്ക് ഓർമ്മിച്ച് വെക്കണേ. ഇതൊന്ന് നോക്കിയാട്ടെ. ഒരു സ്ട്രിങ് നീട്ടി വലിച്ച് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് മുകളിലോട്ടേക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു പോയിന്റ് എ കൊടുത്ത് മറ്റേ പോയിന്റ് ബി കൊടുത്ത്, ഇനി ആ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ അകത്ത് ആ ഫോഴ്സും ആ ഒരു പാരലൽ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ആയിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ആ പോയിന്റിലെ ടെൻഷനും പിന്നെയോ ആ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആ ഡോട്ടഡ് ലൈൻസും തമ്മിലുള്ള ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റ ആയിട്ട് ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചു. പിന്നെയോ എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ നിന്ന് വൈ ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് ദൂരെയും പിന്നെയോ ബി എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ദൂരെയുള്ളത്. ഇത്രയും നമ്മൾ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കണേ. ഇനി ഇതിനെക്കുറിച്ച് ജസ്റ്റ് ആ ഒരു ഫിഗറിൽ എന്തെല്ലാം ഉള്ളത് എന്നാണ് പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെയാണ് ഫിഗറിൻ്റെ അകത്ത്. എന്ത് പറഞ്ഞിട്ടുണ്ട്? T1 എന്ന് പറയുന്നത് ടെൻഷൻ ഓഫ് ദി സ്ട്രിങ് അറ്റ് എന്റെ അകത്ത് അനുഭവപ്പെടുന്ന ടെൻഷനെയാണ് T1 എന്ന് പറ്റി നൊട്ടേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് ടെൻഷൻ T2 എന്ന് പറയുന്നത് നമ്മൾ നൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെയോ ഹൊറിസോണ്ടൽ കോമ്പണന്റ് T1 ആൻഡ് T2 മസ്റ്റ് ക്യാൻസൽ ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ഈ എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ആ എ എന്ന് പറയുന്നതിൽ ഞാൻ വരച്ച ഡോട്ടഡ് ലൈൻസും ബി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ പോയിന്റിൽ വരച്ച എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഡോട്ടഡ് ലൈൻസും ആണ് ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പണന്റ്. അപ്പം രണ്ടും ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് അനുഭവപ്പെടുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടില്ല ആ ഒരു ടെൻഷൻ എന്താവും, ക്യാൻസൽ ചെയ്തങ്ങ് പോവും. അതിനെയാണ് ഇവിടെ ഞാനിതാ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. T1 കോസ് ആൽഫ ഈക്വൽ ടു T2 കോസ് ആൽഫ ഈക്വൽ ടു ടി എന്ന് പറ്റി. ആ ഹൊറിസോണ്ടൽ കോമ്പണന്റ് പോയത് മനസ്സിലായിട്ടില്ല എന്തിട്ടാന്ന്? ആ ഒരു ടെൻഷൻ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ടുള്ള ടെൻഷൻ എന്തായാലും നമുക്ക്
ഒന്ന് ഇങ്ങോട്ടേക്കും പുള്ളി ചെയ്യുന്നുണ്ട്. അത് നോക്കറോ നിങ്ങൾ ആ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആൽഫയിലത്തേക്ക് അല്ല എ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്താ ലെഫ്റ്റ് ഭാഗത്തേക്കാണ് ഡയറക്ഷൻ പോകുന്നത്, ബി എന്ന് പറയുന്നതിൻ്റെ അകത്ത് റൈറ്റ് ഭാഗത്തേക്കാണ് ഡയറക്ഷൻ പോകുന്നത്. അപ്പം രണ്ടും സെയിം ഫോഴ്സുമാണ്, സെയിം ഓപ്പോസിറ്റുമാണ് പോകുന്നത്. അപ്പം അതെന്തായിരിക്കും, ഹൊറിസോണ്ടൽ കോമ്പണന്റ് അങ്ങ് ക്യാൻസൽ ചെയ്ത് അങ്ങ് പോകും. മനസ്സിലായിട്ടില്ലേ അത് എങ്ങനെയാ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ക്യാൻസൽ ചെയ്ത് അങ്ങ് പോകുന്നത് എന്ന്? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യടൂ. ഓക്കെ, ഹൊറിസോണ്ടൽ കോമ്പണന്റ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് അങ്ങ് പോകും. ഇനി നമുക്ക് എന്താ ഉള്ളത്, വേർട്ടിക്കൽ കോമ്പണന്റ് നോക്കണം. ടെൻഷന് വേർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ടാവും. അതായത് നിങ്ങൾ താഴോട്ടേക്ക് നോക്കിയാട്ടെ, എന്ന് ഞാൻ വൈ ആക്സിസിന് പാരലായിട്ട് എടുത്ത ഡോട്ടഡ് ലൈൻസ് ആണ് എൻ്റെ അകത്തെ വേർട്ടിക്കൽ ടെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയോ ബി എന്ന് പറയുന്ന പോയിന്റിൽ വൈ ആക്സിസിന് പാരലായിട്ട് എടുത്ത ഈ ഡോട്ടഡ് ലൈൻസ് ആണ് എന്ത്, ആ ബിൻ്റെ അകത്തെ വേർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടിൻ്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ അതെന്തായാലും ക്യാൻസൽ ചെയ്ത് പോകില്ല. പിന്നെയോ നമുക്കറിയില്ലേ ഈ ഒരു എന്താ പറയുക, മട്ടത്രികോണത്തിന്റെ നമ്മൾ ഇത് പഠിച്ചിട്ടില്ലേനോ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്നും പിന്നെ തീറ്റ ഈക്വൽ ടു സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്നുള്ള മറ്റുള്ള കുറെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ. ആ ഒരു ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഈ ഒരു വെർട്ടിക്കൽ കോമ്പണന്റ് ആയിക്കോട്ടെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിക്കോട്ടെ ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തത്. അതായത് T1 കോസ് ആൽഫ ആൻഡ് T1 സൈൻ ആൽഫ. ഹൊറിസോണ്ടൽ കോമ്പണന്റ് വരുമ്പോൾ അതിന്റെ കൂടെ കോസ് ആൽഫയും വരും, വെർട്ടിക്കൽ കോമ്പണന്റ് വരുമ്പോൾ അതിന്റെ കൂടെ സൈൻ ആൽഫയും വരും. അത് നമ്മളെ ആംഗിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇതെല്ലാം മുന്നേ പഠിച്ചതാണ്. ആംഗിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അങ്ങനെയെല്ലാം നമ്മൾ പഠിച്ചല്ലേ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേടോ? ആരും ഒരാൾ റെസ്പോണ്ട് ചെയ്യും. ആ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിക്കോട്ടെ വെർട്ടിക്കൽ കോമ്പണന്റ് ആയിക്കോട്ടെ നൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാനിപ്പം പറഞ്ഞിട്ടുണ്ടായി ഹൊറിസോണ്ടൽ കോമ്പണന്റ് ക്യാൻസൽ ചെയ്ത് അങ്ങ് പോകും, പക്ഷേങ്കിലോ വെർട്ടിക്കൽ കോമ്പണന്റിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. അപ്പം ആ ഒരു എയിലും ബിയിലും അനുഭവപ്പെടുന്ന ആ ഒരു വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ടുള്ള ടെൻഷനെ ഞാൻ T1 സൈൻ ആൽഫ എന്നും T2 സൈൻ ആൽഫ എന്നും പറഞ്ഞിട്ട് നൊട്ടേറ്റ് ചെയ്തു. ഇനിയോ നമുക്ക് ആ രണ്ടിന്റെയും റിസൾട്ടന്റ് ഫോഴ്സ് കാണണം. ഈ രണ്ടിന്റെയും റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു കുഞ്ഞു പോർഷൻസിൽ അനുഭവപ്പെടുക എന്താ ശരിക്ക്, അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. അതായത് T1 സൈൻ ആൽഫേന്റെയും T2 സൈൻ ബീറ്റേന്റെയും ആ ഒരു ഡിഫറൻസ് ആയിരിക്കും ശരിക്കും നമുക്ക് ആ ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് വെർട്ടിക്കലി അപ്വേർഡ്സ് T2 സൈൻ ബീറ്റ മൈനസ് T1 സൈൻ ആൽഫ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഫോഴ്സിനെയും റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിഗ്രിയിലെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫിസിക്സിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ ന്യൂട്ടൺ ഫസ്റ്റ് ലോ എല്ലാം ഓർമ്മയില്ല എല്ലാവർക്കും? ന്യൂട്ടൺസ് ഓർമ്മയുണ്ടായിരിക്കെങ്കിലും ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ എവരി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എല്ലാം മറ്റു പഠിച്ച ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആ ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ നമുക്ക് ഇനി യൂസ് ചെയ്യേണ്ടത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് മാസിന്റെയും ആക്സിലറേഷന്റെയും പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിനു വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അങ്ങനെ എടുത്ത് എഴുതി. അതായത് F ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇനി നമുക്ക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നറിയാം. അതും നമ്മൾ എന്തിൽ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിൽ പഠിച്ചതാണ്. അപ്പം അത് നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിച്ച് വെക്കണം. എം എന്ന് പറയുന്നത്, അതായത് മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയാണ്. ഇവിടെ ഞാൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വോളിയം, വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നോക്കിയാട്ടെ ആ ഒരു കുഞ്ഞു പോർഷൻ്റെ അകത്തുള്ള വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, ഈ എയും ബിയും തമ്മിലുള്ള ഈ ഒരു പോർഷൻ അതെന്താന്ന് ശരിക്ക് ഡെൽറ്റ എക്സ് അല്ലേ. അപ്പം ആ ഡെൽറ്റ എക്സിനെ ഞാനിവിടെ വോളിയായിട്ടും എടുത്ത് നോക്കിയാട്ടെ, ഈ റൈറ്റ് സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എം ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം, അതായത് റോ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയോ ഞാൻ എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞ ആ റിലേഷൻ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതി. ഇനി ഞാൻ മുകളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്ത്, ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് T2 സൈൻ ബീറ്റ മൈനസ് T1 സൈൻ ആൽഫയാണ്. അപ്പൊ ആ എഫിന് പകരം ഞാൻ എന്ത് കൊടുത്തു, T2 സൈൻ ബീറ്റ മൈനസ് T1 സൈൻ ആൽഫ എന്ന് പറഞ്ഞിട്ട് നൊട്ടേറ്റ് ചെയ്തു. പിന്നെയോ എം എന്ന് പറഞ്ഞത്, അതായത് ആ ഒരു സ്ട്രിങ്ങിന്റെ മാസ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം വെച്ചിട്ട്
റോ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് മറ്റ് കണ്ടുപിടിച്ച് വെച്ചു. അതും ഞാൻ എന്ത് ചെയ്യുക, ഈ എമ്മിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ. ഇവിടുത്തെ ആക്സിലറേഷൻ എന്താ? നമ്മളെങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായത്? ഓർമ്മയില്ലേ? ഫസ്റ്റ് സെമ്മിന്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന എന്താ? വെലോസിറ്റി, ആക്സിലറേഷൻ, സ്പീഡ്, ഇതല്ലേ പഠിച്ചിട്ടുള്ളത്. അതിന്റെ നൊട്ടേഷൻ എന്തായിരുന്നു? ഒരു എന്താ പറയാ, ഒരു വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്തായിരുന്നു? ആരാ പറഞ്ഞു തരിക? കൃഷ്ണേന്ത് പറഞ്ഞാട്ടെ. നമുക്കൊരു പൊസിഷൻ വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്? ഫസ്റ്റ് സെമ്മിന്റെ അകത്ത്, സോറി ഫസ്റ്റ് സെമ്മല്ല, നിങ്ങളെ സെക്കൻഡ് സെമ്മിന്റെ അകത്ത് ഫസ്റ്റ് മോഡ്യൂള്. കൃഷ്ണേന്ദു, കൃഷ്ണേന്ദു ഇല്ലേ? ആ എന്നാ ഓർമ്മിച്ചൊന്ന് പറഞ്ഞാട്ടെ. പറയേ, മറന്നുപോയാ? നമുക്ക് ഓർമ്മയില്ലേ? ആരാ ഒന്ന് കൃഷ്ണേന്ദുവിനെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക? അറിയുന്ന ആരും ഒരാൾ പറഞ്ഞാട്ടെ. ആരാ പറയാ? സഹല പറഞ്ഞാട്ടെ. കൃഷ്ണേന്ദുവിനൊന്നും ഓർമ്മയില്ല പോലെ, അതൊന്നും ഓർമ്മിച്ചു കൊടുത്താട്ടെ. നിനക്കും ഓർമ്മയില്ലേ? ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പം ഒരു പൊസിഷൻ വെക്റ്റർ നമുക്ക് വി തന്ന്, അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എങ്ങനെയാ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായേ? ഓർമ്മയില്ലേ? സ്നേഹക്ക് ഓർമ്മയുണ്ടാ? അതന്നെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി. ഇനി വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കാം? ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ യു എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ഡെറിവേറ്റീവ് അല്ലേ? അല്ലേ? അതായത് ഒരു പൊസിഷൻ വെക്ടർ യു ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡബിൾ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടും. അതേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. എ എന്ന് പറയുന്നതാണ് നമ്മളെ ആക്സിലറേഷൻ. അതിന് ഞാൻ എന്ത് കൊടുത്തു? നൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം ടി നമുക്ക് ആ ഒരു യുവിനും സംഭവിക്കുന്ന മാറ്റം, അതിനെ ഞാൻ ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ എന്ന് കൊടുത്തു. ഈ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് ആ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന പൊസിഷൻ വെക്ടറിനെയാണ് ഞാൻ യു എന്ന് പറഞ്ഞിട്ട് നൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ എല്ലാവരും? ആ എഫ് ഇസ് ഈക്വൽ ടു എം എൻ്റെ അകത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആകെ ഈ മോഡ്യൂൾ അത്രേ പഠിക്കാനുള്ളൂ. അപ്പൊ ഡെറിവേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. സിമ്പിൾ ഡെറിവേഷനും ആണ്. ഈ ഡെറിവേഷൻ്റെ അകത്ത് ഇപ്പം എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ ഞാൻ കൊടുത്തതിന് ശേഷം ഈ എഫിനും എമ്മിനും എക്കും ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. കൺഫ്യൂഷൻ ഇല്ലാത്തവരും കൺഫ്യൂഷൻ ഇല്ലവരും എല്ലാം ഒന്ന് പറഞ്ഞ. കൺഫ്യൂഷൻ ഇല്ല അല്ലേ? ഓക്കെ. അപ്പം നമുക്കിപ്പം ഈ ഒരു ഫോം കിട്ടി. ഇനി അതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കോ നിങ്ങൾ. നമ്മൾ ഈ ഒരു ഇക്വേഷൻ കണ്ട ടി ടു സൈൻ ബീറ്റ മൈനസ് ടി വൺ സൈൻ ആൽഫ ഈക്വൽ ടു റോ ഇൻറ്റു ഡെൽറ്റ എക്സ് ഡോട്ട് ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനെ ഞാൻ ത്രൂ ഔട്ട് ടി എന്ന് പറയുന്ന ടെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ആ ടി എന്ന് പറഞ്ഞ് എന്താ ശരിക്ക് നിങ്ങൾ നോക്കിയാട്ടെ, ആ ഒരു ഹൊറിസോണ്ടൽ കോമ്പണന്റ്. അതായത് ടി വൺ കോസ് ആൽഫയും ടി ആണ്, ടി ടു കോസ് ആൽഫയും ടി ആണ്. അങ്ങനെയുള്ള ആ ഒരു ടീനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? ത്രൂ ഔട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ വരിക? ടി ടു ബൈ ടി സൈൻ ബീറ്റ മൈനസ് ടി വൺ ബൈ ടി സൈൻ ആൽഫ ഈക്വൽ ടു റോ ബൈ ടി ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു റോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ഈ ഡിവൈഡ് ചെയ്തതിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ആയിരിക്കും? ഒന്നുമില്ല. ടി എന്ന് പറയുന്ന ആ ടോട്ടൽ ടെൻഷൻ, ഹൊറിസോണ്ടൽ ടെൻഷനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ത്രൂ ഔട്ട് ഈ ഒരു എന്താ പറയുക, നമുക്ക് നേരത്തെ കിട്ടിയ ആ ഒരു ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത്. നിങ്ങൾ ഇനി നോക്കിയാട്ടെ, ഈ റൈറ്റ് സൈഡിൽ ഞാൻ എഴുതിയത് നമുക്കറിയാം ടി വൺ കോസ് ആൽഫ എന്ന് പറയുന്നത് ടി ആണ്. അങ്ങനെയാണെങ്കിൽ ടി വൺ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ടി വൺ കോസ് ആൽഫ ഈക്വൽ ടു ടി. അങ്ങനെയാണെങ്കിൽ ടി വൺ ബൈ ടി കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു കോസ് ആൽഫേനെ നമ്മൾ ഈ റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്ററിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുക. പിന്നെയോ ഈ റൈറ്റ് സൈഡിലെ ന്യൂമറേറ്ററിനെ
ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്ററിന്റെ അകത്തേക്കും കൊണ്ടുപോവുക. അന്നേരമല്ലേ നമുക്ക് T1/T കിട്ടുക. നോക്കിയാ ഈ ഒരു ഇക്വേഷൻ T1 cos ആൽഫ ഈക്വൽ ടു T എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് T1/T കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു കോസ് ആൽഫേന ഞാൻ റൈറ്റ് സൈഡിൻ്റെ അകത്ത് ഡിനോമിനേറ്ററിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. അപ്പം T1/T എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി? 1/cos ആൽഫ എന്ന് പറഞ്ഞിട്ട് കിട്ടി. അതുപോലെ തന്നെ T2 കോസ് ബീറ്റ എന്ന് പറയുന്നതും T ആ നമുക്കറിയാം. മുകളിൽ നമ്മൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ T2 കോസ് ബീറ്റ ഈക്വൽ ടു T എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് T2/T കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ കോസ് ആൽഫേനെ ഞാൻ എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്ററിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. അപ്പം T2/T എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1/cos ആൽഫ എന്ന് കിട്ടി. ഇതിലാർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പപ്പോൾ തന്നെ ചോദിച്ചു പോണേ, എന്നാലേ അടുത്ത സ്റ്റെപ്പെല്ലാം മനസ്സിലാവും. ഈ പറഞ്ഞതിൽ ആ T1/Tയും T2/Tയും കണ്ടതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോന്ന്. ഇല്ല അല്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യാ ഞാൻ? നമുക്കിതാ ഈ ഒരു ഇപ്പം നമ്മൾ ആ T കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് ഈ ഇക്വേഷൻ്റെ അകത്ത് ഈ പറയുന്ന രണ്ട് സാധനങ്ങളും ഉണ്ട്. അതായത് T1/Tയും ഉണ്ട്, T2/Tയും ഉണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുക? ആ T1/Tക്ക് 1/cos ആൽഫ എന്നും T2/Tക്ക് 1/cos ബീറ്റ എന്നും അങ്ങ് വാല്യൂ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? നിങ്ങൾ നോക്കിയാട്ടെ ഇവിടെ 1/cos ബീറ്റ ഇൻറ്റു സൈൻ ബീറ്റ മൈനസ് പിന്നെ T1/Tന 1/cos ആൽഫ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം 1/cos ആൽഫ ഇൻറ്റു സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ഇപ്പുറത്തോ അങ്ങനത്തെ ഒരു ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ ആ ബാക്കിയിലെ റൈറ്റ് സൈഡിലെ ബാക്കിയിലെ ടേംസിന് അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ എഴുതി കൊടുത്തു. ഇനി നമുക്കറിയാം സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ എന്താ? ടാനാന്നറിയാം അല്ലേ? അപ്പം ഈ ഒരു സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റനെ ഞാൻ എന്ത് ചെയ്തു? ടാൻ ബീറ്റ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ സൈൻ ആൽഫ ബൈ കോസ് ആൽഫനെ എന്ത് ചെയ്തു? ടാൻ ആൽഫ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. പിന്നെയോ റൈറ്റ് സൈഡ് അതുപോലെ തന്നെ അങ്ങനെ എടുത്തെഴുതി. റോ ബൈ ടി ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡോ ടി സ്ക്വയർ. ഇത് നമ്മളെ ഇക്വേഷൻ 1 ആയിട്ട് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്ത് കൊടുത്തു. ഇത്രയും സ്റ്റെപ്പിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ടാൻ ബീറ്റയും ടാൻ ആൽഫയെല്ലാം കിട്ടിയതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഈ ടാൻ ആൽഫയും ടാൻ ബീറ്റയും എന്താ ശരിക്കും നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കേണ്ടത്, +1 +2 ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട്. ടാൻ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എന്താ? ആ ഒരു പോയിന്റിന്റെ അകത്തുള്ള സ്ലോപ്പിനെയാണ്. അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ്? ആ ഒരു പോയിന്റിന്റെ അകത്തെ സ്ലോപ്പിനെയാണ് നമ്മളിതാ ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്തെ സ്ലോപ്പിനെ ടാൻ ആൽഫ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്തെ ഈ സ്ലോപ്പിനെ നമ്മൾ ടാൻ ബീറ്റ എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പൊ ഇതാണ് നമ്മളെ ടാൻ ആൽഫ, ആ ഒരു പോയിന്റിന്റെ അകത്തെ എന്ത് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിന്റെ അകത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ടാൻ ബീറ്റയും. അപ്പൊ ഇനി ടാൻ ആൽഫേനെയും ടാൻ ബീറ്റിനെയും ഞാൻ എന്ത് ചെയ്യാം? ആ തന്ന എക്സിന്റെയും ഡെൽറ്റ എക്സിന്റെയും എല്ലാം ഫോമിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുക. എന്താ ശരിക്ക്? ആ എക്സ് എന്ന് പറയുന്ന പോയിന്റിന്റെ അകത്തെ ഡെറിവേറ്റീവ് അല്ലേ ശരിക്ക്? നമ്മളിപ്പം ഒരു പോയിന്റിന്റെ അകത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക ശരിക്ക്? ആ ഒരു പോയിന്റിന്റെ അകത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കല്ലേ ചെയ്യാം, അല്ലേ? അല്ലേടോ? ഇപ്പോൾ നമുക്കൊരു പോയിന്റ് തന്നു. ആ പോയിന്റിന്റെ അകത്തെ സ്ലോപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തേ ശരിക്കും ചെയ്യുന്നത്? ആ ഒരു പോയിന്റിന്റെ അകത്തെ ഡെറിവേറ്റീവ് അല്ലേ കണ്ടുപിടിക്കുക, അല്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ആ അതെ. അപ്പം ഈ ടാൻ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ആ ഒരു പോയിന്റിലെ സ്ലോപ്പാണ്. അപ്പൊ ആ സ്ലോപ്പിനെ ഞാൻ എന്ത് ചെയ്യാം? നമുക്കറിയുന്ന ആ ഒരു ഡെറിവേറ്റീവിന്റെ ഫോമിലേക്ക് മാറ്റി എഴുതി. അതായത് ആ ഒരു സ്ലോപ്പിനെ ഞാൻ ആ ഒരു പൊസിഷൻ വെക്ടറിന്റെ, അതായത് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ്, എക്സ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ്റെ അകത്തുള്ള ഒരു ഡെറിവേറ്റീവ് ആയിട്ട് ഞാൻ ആ എ എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്തു. അതായത് ടാൻ ആൽഫ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഡെറിവേറ്റീവ് ആണ് ശരിക്കും. അതിനെയാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയോ ടാൻ ബീറ്റ എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് ദൂരെയാണ്? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് ദൂരെയാണ്. അപ്പോൾ ആ ബീറ്റ എന്ന് പറയുന്ന പോയിന്റ് ശരിക്ക് വൈ ആക്സിസിൽ നിന്ന് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് ദൂരെയുള്ളത്. അപ്പോൾ അവിടുത്തെ ഡെറിവേറ്റീവിനെ ഞാൻ എങ്ങനെയാണ് എഴുതിയത്? ഡോ യു ബൈ ഡോ എക്സ് എവിടെ? അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ട് നൊട്ടേറ്റ് ചെയ്ത്.
ഇത് ഫുൾ നൊട്ടേഷൻ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെങ്ങനെയാ ഇങ്ങനെയുള്ള നൊട്ടേഷൻസ് വന്നതെന്ന് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഈ ടാൻ ആൽഫയും ടാൻ ബീറ്റയും നമ്മൾ ജസ്റ്റ് ഈ റെപ്രസെന്റേഷന്റെ അകത്തേക്ക് മാറ്റിയതിൽ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ ഇങ്ങനെ ചോദിക്കാനാക്കട്ടെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്നിങ്ങനെ പറയണം കേട്ടാ, എന്നാൽ എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. ഈ ടാൻ ആൽഫയും ടാൻ ബീറ്റയും ഞാൻ ആ ഡെറിവേറ്റീവിന്റെ നൊട്ടേഷന്റെ അകത്തേക്ക് മാറ്റി എഴുതിയതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കെങ്കിലും രണ്ടാൾക്ക് മാത്രമേ കൺഫ്യൂഷൻ ഇല്ലാണ്ടുള്ളൂ. ഒന്ന് പറയടോ എല്ലാരും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെങ്കിൽ ഇല്ലാന്നോ പറയ്. ബാക്കി ആരും ഇല്ലേ ഈ ക്ലാസ്സില്? ഓക്കെ, അപ്പം കൺഫ്യൂഷൻ ഇല്ലാന്നാ പറയുന്നത്. ഇനി ഞാൻ ബാക്കിയിലേക്ക് കടക്കാൻ പോവാന്ന്. അടുത്ത ഡെറിവേഷന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കിപ്പം ടാൻ ആൽഫക്കും ടാൻ ബീറ്റക്കും എന്ത് കിട്ടി? ഇങ്ങനെ ഒരു നൊട്ടേഷൻ കിട്ടി. ഇനി എന്താ ഞാൻ ചെയ്യാ? ആ ഇക്വേഷൻ 1ന്റെ അകത്ത് ഈ ഒരു നൊട്ടേഷൻ അങ്ങനെ എടുത്ത് എഴുതി കൊടുത്തു. നോക്കിയാട്ടെ, ടാൻ ആൽഫക്ക് പകരം ഡോ യു ബൈ ഡോ എക്സ്, സോറി ടാൻ ബീറ്റക്ക് പകരം ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ടാൻ ആൽഫക്ക് പകരം എന്ത് കൊടുത്തു? ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ്. പിന്നെയോ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് റോ ബൈ ടി റോ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ഇനി എന്ത് ചെയ്തു ഞാൻ? ഈ റൈറ്റ് സൈഡിലെ ഈ ഡെൽറ്റ എക്സിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്ററിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്താ സംഭവിച്ചത് നോക്കിയാ? ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ബാക്കിയുള്ള ടേംസ് അങ്ങനെ എടുത്തെഴുതി കൊടുത്തു. ഇനി നമ്മൾ ആ ഡെൽറ്റ എക്സിന് ടെൻസ് ടു സീറോയിലേക്ക് കൊണ്ടുപോവുക. അതായത് നമ്മൾ അവിടെ ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നൊട്ടേഷൻ വരുന്നത്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ ഡോ യു ബൈ ഡോ എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു റോ ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. ഈ റൈറ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി കൊടുത്തു. ഇനി ഇതെന്താ സംഭവം? ഇത് നിങ്ങൾ നോക്കിയാട്ടെ, ഈ ഒരു ഫോം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാ? ലിമിറ്റ് എക്സ്റ്റെൻസ് സോറി ലിമിറ്റ് ഡെൽറ്റ എക്സ്റ്റെൻസ് ടു സീറോ എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ ടേംസിനെ നിങ്ങൾ ഏതെങ്കിലും ഫോമിൽ കണ്ടു പരിചയമുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാ കാണുക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്ന ഫോമിലല്ലേ? അതേ സാധനം തന്നെയല്ലേ ഇവിടെ നോക്കിയാട്ടെ നിങ്ങൾ. ഈ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന്, അതായത് ഈ ഒരു ഡെറിവേറ്റീവിനെ നമ്മൾ ഒറ്റ ടേംസ് ആയിട്ട് വിചാരിക്കുക. അതായത് ഒരു ഫംഗ്ഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് ഡെൽറ്റ എക്സിൽ സംഭവിക്കുന്ന ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ നൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ എനിക്ക് ഈ ഒരു ടേംസിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് മാറ്റി എഴുതാൻ പറ്റും? ഡെറിവേറ്റീവ്, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് പിന്നെയോ ഈ ഒരു ഫംഗ്ഷൻ, അതായത് എഫ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷനെ അതിനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുത്തു. അതായത് ഈ ഭാഗത്ത് ശരിക്കും എന്താ വരുന്നത്? ഈ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, അതായത് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ശരിക്കും ഈ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ ഈ ഒരു ഫോമിൽ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യമല്ലേ? നമ്മൾ ആ ഡെറിവേഷന്റെ കേസിലെല്ലാം പഠിച്ചതാണ്. +1 +2 എല്ലാം നമ്മളിത് പഠിച്ചതാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഈ കാര്യത്തില്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ ഡോ യു ബൈ ഡോ എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് ആണ്. അതായത് ഈ ബ്രാക്കറ്റ് കൊടുത്ത ഈ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവിനെയാണ് ഇവിടെ നൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. ആർക്കും കൺഫ്യൂഷൻ ഉണ്ട്? അതൊന്ന് പറഞ്ഞാൽ നിങ്ങൾ. കുറേ നേരം ഞാൻ തന്നെ പറയുമ്പോൾ കൺഫ്യൂഷൻ അടിച്ചു പോവും. അത് ഓൾറെഡി ഉള്ള ഒരു എന്താ പറയാ, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു നൊട്ടേഷൻ മാത്രമാണ് അത്. കൺഫ്യൂഷൻ ഇല്ലാലോ ആയിരിക്കും? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് കിട്ടി. പിന്നെയോ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞ എന്താ? റോ ബൈ ടി ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ. അത് അങ്ങനെ എടുത്തെഴുതി. ഇനി നമുക്കറിയാം ഈ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണെന്നറിയാം അല്ലേ? അപ്പൊ
ഈ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സിന് ഞാൻ എന്ത് ചെയ്തു, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ചെയ്തങ്ങ് കൊടുത്തു. പിന്നെയോ ഈ റോ ബൈ ടി എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റന്റ് ടേമിന് ഞാൻ 1/c² എന്ന് പറഞ്ഞിട്ട് നൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. അത് നമ്മൾ ഈ ഒരു ഡെറിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ആ ഒരു വേവ് ഇക്വേഷന്റെ ഫോമിലേക്ക് എടുക്കാം, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച വേവ് ഇക്വേഷൻ ആണ്. അപ്പം അതിൻ്റെ അകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 1/c² എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ കൊടുക്കുന്നത്. അപ്പൊ റോ ബൈ ഡിക്ക് ഞാൻ 1/c² എന്ന് പറയുന്ന നൊട്ടേഷൻ കൊടുത്തു. പിന്നെയോ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ അങ്ങനെ എടുത്തെഴുതി. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എടുക്കുന്നതാണ്. ആദ്യം നമ്മൾ ഈ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ എഴുതി. പിന്നെയോ ഈ ഒരു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ ഒപ്പരം സിന്റെ ടേംസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 1/c² അകത്തെ ആ ഡിനോമിനേറ്ററിന്റെ അകത്തെ c² ഞാൻ എന്ത് ചെയ്തു, ഈ ലെഫ്റ്റ് സൈഡിന്റെ അകത്തെ ന്യൂമറേറ്ററിന്റെ അകത്തേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടിയത്, ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു c² ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. ഈ ബ്രാക്കറ്റിൽ, അതായത് ഈ ഒരു ബോക്സിന്റെ അകത്ത് കൊടുത്തതാണ് നമ്മളെ 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഇതാണ് ഇതിന്റെ ഡെറിവേറ്റീവ്. അതായത് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തതാണ് ഇതാ ഈ ബോക്സിൽ കൊടുത്ത ഇത്. അത് നിങ്ങൾ എന്തായാലും എന്താ പറയാ മര്യാദയ്ക്ക് പഠിക്കണം ഈ ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഈ ഡെറിവേഷൻ്റെ അകത്ത് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുമില്ല. നമ്മള് എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് കേട്ടാ കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു സ്ട്രിങ് എടുത്തു, അതിനെ നമ്മൾ രണ്ട് അറ്റത്തായിട്ട് എന്താ പറയുക ഫിക്സ് ചെയ്ത് വെച്ചു. ജസ്റ്റ് അതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പുള്ളി ചെയ്ത് മുകളിലോട്ടേക്ക് വലിച്ചു. എന്നിട്ടോ രണ്ട് പോയിന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അത് എന്നും ബിന്നും മറ്റു രണ്ട് പോയിന്റ് എടുത്തു. അതിൽ അനുഭവപ്പെടുന്ന ടെൻഷനെയും അതിൻ്റെ അകത്തെ ആംഗിളിനെയും നമ്മൾ അങ്ങനെ എടുത്ത് എഴുതി സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് അസ്യൂംഷൻസ് നമ്മൾ എടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ കംപ്ലീറ്റ് ആ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് ത്രൂ ഔട്ട് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ആ ഗ്രാവിറ്റിനെ നമ്മൾ അവിടെ കണക്കാക്കുന്നേ ഇല്ല. പിന്നെ എന്താണ് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് ചെറിയ ചെറിയ വൈബ്രേഷൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നും പറഞ്ഞു. അതിൻ്റെ ആ സ്ട്രിങ്ങിൻ്റെ മോഷൻ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു വൈബ്രേഷൻസ് ആയിരിക്കും എന്നും പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, ആ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ്, ക്യാൻസൽ ചെയ്ത് അങ്ങ് പോകും. അതിനെ T1 കോസ് ആൽഫ എന്നും T2 കോസ് ബീറ്റ എന്നും റെപ്രസെന്റ് ചെയ്തു. അതിനെ പൊതുവായിട്ട് ഞാൻ എന്ത് കൊടുത്തു, കാരണം രണ്ടിന്റെയും വാല്യൂ ഈക്വൽ ആണ്, അതുകൊണ്ട് ഞാൻ ടി എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്ത് കൊടുത്തു. ആ ടി ആണ് പിന്നെ നമ്മൾ താഴെ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ആദ്യം ഹൊറിസോണ്ടൽ കോമ്പണന്റ് കണ്ടുവെച്ചു, അതിനുശേഷം വെർട്ടിക്കൽ കോമ്പണന്റ് എന്താന്ന് പറഞ്ഞു. പിന്നെയോ ആ ഒരു വെർട്ടിക്കൽ കോമ്പണന്റ് വെച്ചിട്ട് ആ ഒരു കുഞ്ഞു പോർഷൻ്റെ അകത്ത് അനുഭവപ്പെടുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ന്യൂട്ടൺസിന്റെ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ട് F=ma എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ ഈ കിട്ടിയ സാധനങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ടി എന്ന് പറയുന്ന ആ ഒരു ഒറിസോണ്ടൽ കോമ്പണന്റ് കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്തു. അന്നേരം നമുക്ക് സൈനിന്റെയും കോസിന്റെയും ഫോമായിട്ട് ടാൻ കിട്ടി. ടാൻ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പോയിന്റിന്റെ അകത്തെ ടാൻജന്റ് ആണ്, അതായത് സ്ലോപ്പ് ആണ്. അപ്പൊ സ്ലോപ്പിനെ നമ്മൾ നമുക്കറിയുന്ന ഒരു നൊട്ടേഷൻ്റെ അകത്തേക്ക്, അതായത് ഡെറിവേറ്റീവിന്റെ ഫോമിന്റെ അകത്തേക്ക് മാറ്റി എഴുതി കൊടുത്തു. പിന്നെയോ ആ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ടേംസിനെ നമ്മളൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ടോ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ആ ഡോ യു ബൈ ഡോ എക്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടും. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് അങ്ങനെ. ഇനി ബാക്കി റൈറ്റ് സൈഡിൽ ഒന്നും ചെയ്യാനില്ല. റൈറ്റ് സൈഡ് മുകളിൽ എന്താണെന്ന് കിട്ടി അതന്നെ താഴെ 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 അങ്ങനെ എഴുതി പോയാൽ മതി. പിന്നെയോ ആ ജസ്റ്റ് ഒന്ന് റോ ബൈ ടീനെ 1/c² എന്ന് പറഞ്ഞിട്ട് ഞാൻ നൊട്ടേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ കിട്ടി. ഇത്രയും പറഞ്ഞാൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? 33 കുട്ടികളില്ലേ, ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നൊന്ന് പറഞ്ഞ വേഗം പറയും. ഓക്കെ, ആർക്കും കൺഫ്യൂഷൻ ഇല്ല എന്നാ പറയുന്നത്. ഇതെന്തായാലും നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കണം. ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്തായാലും പഠിച്ചിരിക്കുക. പിന്നെ എല്ലാരും ഇപ്പം കൺഫ്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ, എക്സാമിന് എന്തായാലും എഴുതിയിരിക്കണം. ഓക്കെ അല്ലേ എല്ലാവരും? ഇത് അപ്പൊ നമുക്ക് ഇന്ന് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇതിന്റെ പ്രോബ്ലം ആണ്. പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.